ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ചിന്താവിഷയം തിരുവെഴുത്തുകളിലുള്ള നമ്മുടെ നിലവാരം. സങ്കീർത്തനം 119:133. എൻ്റെ കാലടികളെ നിന്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ, യാതൊരു നീതികേടും എന്നെ ഭരിക്കരുതേ. ജനങ്ങൾക്ക് ശരി എന്താണ് തെറ്റെന്താണ് എന്ന് അറിയുവാൻ ശരിയായ ഒരു നിലവാരം ഇല്ലാത്ത ലോകത്തിൽ നമ്മുടെ നിലവാരം ദൈവത്തിൻ്റെ വചനം ആക്കുവാൻ നാം തിരഞ്ഞെടുക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സത്യമായിരിക്കുവാൻ തിരുവെഴുത്ത് എന്താണ് പറയുന്നത് എന്നതിനെ നാം മുറുകെ പിടിക്കുന്നു. ദൈവവചനം എന്തു പറയുന്നുവോ അതെല്ലാം ശരിയും മാഹാത്മ്യമുള്ളതും ആകുന്നു. നമ്മളും അത് ശരിയായും മാഹാത്മ്യമുള്ളതുമായി പരിഗണിക്കുന്നു. എന്തെല്ലാം തെറ്റാണെന്ന് വചനം പറയുന്നുവോ അവയെ നാമും തെറ്റായി പരിഗണിക്കുന്നു. തിരുവെഴുത്ത് സ്ഥാപിച്ചിരിക്കുന്ന സദാചാര നിലവാരങ്ങളെ നമ്മൾ യുക്തിചിന്താപരമായി വ്യാഖ്യാനിക്കുവാനോ വിശലമാക്കുവാനോ വിന്യസിക്കുവാനോ ശ്രമിക്കുന്നില്ല. തിരുവെഴുത്തുകളിൽ സ്ഥാപിച്ചിരിക്കുന്നതിൽ നിന്നും അല്പം പോലും കുറവുള്ള യാതൊന്നും സ്ഥിരപ്പെടുത്തുവാൻ നാം തിരഞ്ഞെടുക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനം നമ്മെ വഴി കാണിക്കുന്ന പ്രധാന പ്രമാണമാണ്. തിരുവെഴുത്തിൽ വിവരിച്ചിരിക്കുന്നതിനനുസരിച്ച് നാം നമ്മുടെ ജീവിതങ്ങളെ ആദർശ ഗുണമുള്ള ഉദാഹരണമാക്കി തീർക്കുന്നു. ഭർത്താക്കന്മാരുടെ, ഭാര്യമാരുടെ, മാതാപിതാക്കളുടെ, മക്കളുടെ, തൊഴിലുടമയുടെ, തൊഴിലാളിയുടെ, മന്ത്രിമാരുടെ, പൊതുവായി എല്ലാ വിശ്വാസികളുടെ, ഇവരുടെ എല്ലാം പെരുമാറ്റത്തിൽ ശരിയായ രീതിയെക്കുറിച്ച് തിരുവെഴുത്തുകളിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പെരുമാറ്റം, ജീവിത രീതി, മൂല്യം, വിശ്വാസം, ലക്ഷ്യം, അഭിലാഷം ഇവയെല്ലാം ആദർശ ഗുണമുള്ള ഉദാഹരണങ്ങളാക്കി തീർക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ നാം പരമാവധി ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവനും ഗതി നിർണയിക്കുന്നത് ദൈവത്തിൻ്റെ വചനപ്രകാരമാണ്. തിരുവെഴുത്തുകളിലുള്ള നമ്മുടെ അധികാരം. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. സങ്കീർത്തനങ്ങൾ 119:101. നമ്മുടെ ജീവിതത്തിൽ തിരുവെഴുത്തുകൾക്ക് അവസാന അധികാരമായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. മനുഷ്യനിർമ്മിതമായ യാതൊരു ഘടനയും നിയമവും നമ്മെ തിരുത്തുന്നില്ല എങ്കിലും വചനത്തിൻ്റെ തിരുത്തലിന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. നമ്മുടെ തെറ്റുകൾ മറ്റാരെങ്കിലും നമ്മെ കാണിച്ചു തരുവാൻ നാം കാത്തിരിക്കുന്നില്ല. എന്നാലും ചില സമയങ്ങളിൽ ഇത് അത്യാവശ്യമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് വചനം പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ വചനം പറയുന്നത് അനുസരിക്കുവാനായി മാറ്റങ്ങൾ വരുത്തുവാൻ നാം തയ്യാറാകുന്നു. വചനത്തോടുള്ള പൊരുത്തത്തിൽ നടക്കേണ്ടതിന് നമ്മുടെ ജീവിതത്തിൽ അനുസരണം അഭ്യസിക്കുവാൻ നാം തിരഞ്ഞെടുക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് കീഴ്പ്പെടുക എന്നാൽ ദൈവത്തിന് തന്നെ കീഴ്പ്പെടുക എന്നാണ്. തിരുവെഴുത്തിലെ ഉപദേശങ്ങൾക്ക് വഴങ്ങാതിരിക്കുക എന്നാൽ ദൈവത്തോട് മത്സരിക്കുക എന്നാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. യോഹന്നാൻ 12:48. ദൈവത്തിൻ്റെ വചനം നിയമമായിരിക്കും. അതനുസരിച്ച് എല്ലാ മനുഷ്യരെയും ന്യായം വിധിക്കും. ദൈവത്തിൻ്റെ ജനങ്ങൾക്ക് എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനത്തോടുള്ള ഭക്ത്യാദരവോടുകൂടിയ ഭയം വർദ്ധിപ്പിക്കേണ്ട സമയമാണിപ്പോൾ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അധികാരത്തിന് കീഴ്പ്പെടാതെ നമുക്ക് ദൈവത്തെ അനുഗമിക്കുന്നവരായിരിക്കാൻ കഴിയുന്നതല്ല. ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന് ആനന്ദം തരുന്നതാണെങ്കിലും നമ്മുടെ കാരണങ്ങൾക്ക് സ്വീകാര്യമായിരുന്നാലും അത് നമ്മൾ തുടർന്നുകൊണ്ട് പോകുകയാണെങ്കിൽ നമുക്ക് ശക്തിയേറിയ വിശ്വാസികളായിരിക്കുവാൻ കഴിയുന്നതല്ല. നമ്മൾ വിശ്വാസികളായിരിക്കുമ്പോൾ നമ്മുടെ വിചാരങ്ങളും പ്രവൃത്തികളും വചനപ്രകാരം കൊണ്ടുവരുവാൻ നാം പഠിക്കണം. എല്ലാ തെറ്റുകളിൽ നിന്നും നാം ഒഴിഞ്ഞു നിൽക്കണം. ദൈവവചനത്തോട് നമ്മെ തന്നെ പൊരുത്തപ്പെടുത്തണം. എന്തുകൊണ്ടെന്നാൽ വചനമാകുന്നു അവസാനത്തെ അധികാരം. ആമേൻ.